മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. നെല്ല് സംഭരണത്തിൽ മില്ലുകാരുടെ ഏജന്റ് അനാവശ്യ കിഴിവ് ആവശ്യപ്പെടുന്നതിനെതിരെ കർഷകരുടെ പരാതി. കിള്ളിമംഗലത്ത് 40,000 കിലോ നെല്ല് സംഭരിക്കാനാവാതെ ചാക്കുകളിൽ കെട്ടിക്കിടക്കുന്നു. പാഞ്ഞാൾ കൃഷിഭവന് കീഴിലുള്ള കിള്ളിമംഗലം ആലമ്പുഴ പാടശേഖരത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുകാരുടെ ഏജന്റുമാർ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. വിളവെടുത്ത നെല്ലിന് 3% കിഴിവ് വേണമെന്നാവശ്യപ്പെട്ട് ഏജന്റ് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് കർഷകനായ കിള്ളിമംഗലം മനക്കത്തൊടി വീട്ടിൽ സുധീഷ് ആരോപിക്കുന്നത്. സപ്ലൈകോ സംഭരണത്തിനായി നിയോഗിച്ച കാലടിയിലെ അമിലോസ് മില്ലിന്റെ ഏജന്റായ പഴയന്നൂർ പാറയ്ക്കൽ സ്വദേശിക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. നെല്ലിന് ഉണക്കം പോരാ എന്നും ഈർപ്പം കൂടുതലാണെന്നും അനാവശ്യ തടസ്സങ്ങൾ ഉന്നയിച്ചാണ് കർഷകരെ ഏജന്റ് സമ്മർദ്ദത്തിലാക്കുന്നത്. സപ്ലൈകോ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നെല്ലിന് കൃത്യമായ ഈർപ്പമാണെന്ന് കണ്ടെത്തിയിട്ടും ഗുണനിലവാരം കുറവാണെന്ന വ്യാജാരോപണം ഉന്നയിച്ച് ഏജന്റ് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിലുണ്ട്. സാമ്പിൾ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥയും ഈ അന്യായമായ ആവശ്യത്തിന് കൂട്ടുനിന്നതായാണ് കർഷകരുടെ ആക്ഷേപം. സുധീഷിന്റെ 5 ഏക്കറിലെ കൃഷിയും മറ്റ് കർഷകരുടെ നെല്ലും ഉൾപ്പെടെ ഏകദേശം 40,000 കിലോഗ്രാം നെല്ലാണ് ഇപ്പോൾ സുധീഷിന്റെ വീടിനു മുൻപിൽ ചാക്കുകളിലാക്കി കൂട്ടിയിട്ടിരിക്കുന്നത്. 30 ഏക്കറോളം സ്ഥലത്ത് വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും കൃഷിയിറക്കിയ കർഷകർ മില്ലുകാരുടെ ഈ പിടിവാശി മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വൻ നഷ്ടം സഹിച്ച് കുറഞ്ഞ വിലയ്ക്ക് നെല്ല് സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണിവർ. തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്കും പ്രാദേശിക ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിട്ടും ഇതുവരെ ശാശ്വതമായ പരിഹാരമുണ്ടായിട്ടില്ല. കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പാടശേഖര സമിതിയുടെ ആവശ്യം. ഞാൻ പാഞ്ഞാൾ കൃഷിഭവന്റെ കീഴിൽ ആലമ്പുഴ പാടശേഖരത്തിൽ ഞാനും എൻ്റെ 4 സുഹൃത്തുക്കളും കൂടിയിട്ട് 30 ഏക്കറോളം നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഈ നെൽകൃഷിയിൽ നിന്ന് ഏകദേശം 40,000 കിലോ നെല്ല് വിളവെടുത്തിട്ടുണ്ട്. ഈ വിളവെടുത്ത നെല്ല് സപ്ലൈകോന് 5 പേരുടെ പെർമിറ്റിലായിട്ട് 5 പേരുടെ പെർമിറ്റാണ് അലോട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഈ 5 പെർമിറ്റിൽ ഇപ്പോൾ ഏകദേശം 40,000 കിലോ നെല്ലാണ് നമുക്ക് സപ്ലൈകോന് കൊടുക്കാനുള്ളത്. ഈ 40,000-ൻ്റെ 3% കിഴിവ് വേണമെന്നാണ് അവർ പറയുന്നത്. ഈ 3% കിഴിവ് വരുമ്പോൾ നമുക്ക് ഏകദേശം 1,200 കിലോ നെല്ലിൻ്റെ കാശ് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞത് അത്ര തരാൻ പറ്റില്ല, 1% വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ എന്ന് വില്ലേജനോട് പറയുകയുണ്ടായി. അത് പറ്റില്ല, 3% കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നെല്ല് ഈ വർഷം ഇവിടെ കിടക്കുള്ളൂ, കേറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സാമ്പിൾ പരിശോധനയ്ക്ക് ഈ മില്ലേജൻറ്റും സപ്ലൈകോയുടെ ഭാഗത്തുനിന്ന് ഒരു ലേഡി സ്റ്റാഫും കൂടി വന്ന് സാമ്പിൾ എടുത്തു പോവുകയും, സാമ്പിൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 600ഓളം ചാക്കുകളിലായിട്ടാണ് ഇവിടെ നെല്ല് സംഭരിച്ച് വെച്ചിരിക്കുന്നത്. ഈ 600 ചാക്കിൽ നിന്ന് സാമ്പിൾ എടുത്തോളൂ, അതിൻ്റെ 4/1 ഭാഗം എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അത് തരാൻ വിസമ്മതിക്കുകയും അവർക്കുള്ള സാമ്പിൾ മൊത്തം എടുത്തിട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടിൽ ഈർപ്പം അന്ന് ഇവരുടെ മില്ല് ഏജൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ 24 ഈർപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ 16.8 റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് സപ്ലൈകോയുടെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് മുളച്ച നെല്ലാണ്, ഇതിൽ നിറം മങ്ങിയ നെല്ലാണ്, അതുകൊണ്ട് 3% വീണ്ടും കിഴിവ് വേണമെന്നാണ് പാടി മാർക്കറ്റിംഗ് മാനേജർ പറഞ്ഞു എന്നാണ് കൃഷി ഓഫീസർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ നെല്ല് മുളച്ച നെല്ലുമല്ല, മഴ നനഞ്ഞ നെല്ലുമല്ല, വെള്ളത്തിൽ കൊയ്ത നെല്ലുമല്ല, അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. 9-ാം തീയതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മറുപടി നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ എനിക്കിത് താഴ്ന്ന വിലയ്ക്ക് പ്രൈവറ്റ് മില്ലുകാർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ ഞാനൊരു 10 ദിവസം വരെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ
മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഇത് ഞാൻ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് ഇത് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ മില്ല് ഏജൻറ്റുമാരുടെ വലിയ ഒരു ഗുണ്ടായിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മില്ല് ഏജൻറ്റുമാർക്ക് ഇതിൽ പ്രത്യേകിച്ച് സപ്ലൈക്കായിട്ട് ബന്ധമില്ല, കൃഷിഭവനുമായിട്ട് ബന്ധമില്ല. പക്ഷേ മില്ല് ഏജൻറ്റ് എന്ത് തീരുമാനിക്കുന്നു അതാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ ചെറുകിട കർഷകരൊക്കെ മില്ല് ഏജൻറ്റുമാരുടെ ഈ മുന്നിൽ മുട്ടുകുത്തിയിട്ട് 5%, 4%, 21% വരെ ഈ പഞ്ചായത്തിൽ കിഴിവെടുത്തു എന്നാണ് പറയുന്നത്. ഈ വിഷയം ഞാൻ ചേലക്കര MLA നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല.